സമസ്ത ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഞങ്ങൾ കൃത്യമായിട്ട് അറിയാം. അത് പഠിച്ചോ? ഈ രണ്ടാൾക്കാർ, ഈ ചിരിച്ചിരിക്കുന്ന രണ്ടാളുകളും അകലാടൊരു സംവാദം ഉണ്ട്. നിങ്ങളതിന്റെ CD പുറത്തുവിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോ? ഓക്കെ, യൂട്യൂബിലുണ്ടാവും. ഞാനതൊരു 10 വട്ടമല്ല കണ്ടത്. 10 വട്ടമല്ല കണ്ടത്. പ്രവാചകനെ കൊണ്ട് വസീല ചെയ്യാൻ പറ്റുമോ, തേടാൻ പറ്റൂല്ല എന്നുള്ളത് എണ്ണാക്ക് വെച്ചൊന്നുമില്ല ഏൽപ്പിക്കാരൻ. പണ്ഡിതന്മാരെങ്ങനെയാണ്? ഇതാ മാലിക് ഇമാം അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഈ സമസ്തനെയും കൊണ്ടുപോയി മാലിക് ഇമാം അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഖലീഫ ഞാൻ ഇങ്ങോട്ട് ഈ ഖബറിന്റെ അടുത്തേക്ക് തിരിഞ്ഞിട്ടാണോ ചോദിക്കേണ്ടത്, അതോ അങ്ങോട്ട് കഅബാലയത്തേക്കാണോ? എന്താ ഇമാം മാലിക് പറഞ്ഞത്? ഇതെന്റെ വസീലത്താണ്, വസീലത്ത് അബീഖ്, ആദമിന്റെ വരെ വസീലയാണ്, ഇങ്ങോട്ട് തിരിഞ്ഞോ എന്ന് പറഞ്ഞു. ഇമാം മാലിക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവോ? ഇമാം മാലിക്കിന് എവിടെ വസീലാന്ന് അറിയില്ലേ? ഇതാ ഈ സലഫിയാൽ ഉണ്ടാക്കിയ കുത്തൈബ വായിച്ചിട്ടല്ലല്ലോ ഇമാം മാലിക് വളർന്നത്. അത്തരം തവസ്സുലുകള് ശിർക്കല്ല, ഒക്കെ ബിദ്അത്തിന്റെ കൂട്ടത്തിൽ പെട്ടാൽ മതി. പുതിയ നിങ്ങൾ ഇറക്കുമതി ചെയ്യാൻ പോകുന്ന പുതിയ സാധനങ്ങളുണ്ടല്ലോ, അതൊന്നും സമസ്തക്കാർ ചെയ്യൂല. അവർക്ക് ഒരു മൻഹജും മെത്തഡോളജി ഉണ്ട്, അവരവിടെ നിൽക്കും. അതുകൊണ്ടാണ് എന്നോട് ആദ്യം പറഞ്ഞത്. ഫോണിൽ വിളിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞു,